അപ്പോൾ ന്യൂ ഇയർ അല്ലേ, നമുക്കൊരു ന്യൂ ഇയർ വ്ളോഗ് തന്നെ ആയാലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ നമ്മുടെ ഉമ്മയുടെ സിസ്സിൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ഇതൊക്കെ ന്യൂ ഇയറിന് പിടിക്കാനുള്ള പടക്കാണ്. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ സമയത്ത് ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കും. ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിയും ചാച്ചിയും കൂടെ പുറത്ത് പോയിക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അല്ല ഫുഡ് കഴിക്കുന്നത്, ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പടക്കം നമ്മുടെ നിച്ചു പോയിട്ട് പടക്കം നിച്ചും. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം, കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ധാരാളം മുദ്രപത്ര. ചാച്ചിയുടെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ. ഇവന് കുറച്ച് ഷൈ ടൈപ്പാണ് ക്യാമറയുടെ മുന്നിൽ വരാൻ. ഇത് നമ്മുടെ നിച്ചുണ്ടാക്കിയതാണ്. അവൾ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കടൽ കാണാൻ പോകുമ്പോൾ ഓരോന്നൊക്കെ പെറുക്കിയിട്ട് അതൊരു ഫ്രെയിം ആക്കി വെച്ചേക്കാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഞങ്ങളെല്ലാരും കൂടെ പുറത്തിരുന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പരദൂഷണം. പണ്ട് വാസുവിന്റെ പെങ്ങള് കറലിച്ചാടി ചത്തത് വയറ്റിലുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പരദൂഷണമെന്ന്. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് പരദൂഷണമൊക്കെ പറഞ്ഞിട്ട് ചാമ്പക്കല്ലേ, ഈ കാണുന്ന ചാമ്പയ്ക്ക മരം, അന്ന് ആ പൂ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. പുതിയ പൂവുകളാണ്. കൊന്നു പറഞ്ഞേ പുതിയ പൂ എന്തിനാണ് പൊട്ടിച്ച് പൊട്ടിച്ച നോക്കട്ടെടി. പുളിപ്പടി പൂവ് എങ്ങനെ തന്നെയാ തിന്നാറ്? പൊട്ടിച്ചത് ഇങ്ങനെ എടുക്കാൻ തിന്നാ. പൂവാ ഏതളാ ഏതള തിന്നോടി? മധുരണ്ട്. ഏതള തിന്നോടി പോയന്തേളെ? ഏതളും തിന്നു, ഈ സാധനം തിന്നു. എന്നിട്ട് അവതൊക്കെ പറക്കി തിന്നിട്ട് നമ്മുടെ ചെക്കനായിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിച്ചിട്ട് ആളിപ്പോൾ പണ്ടത്തേനും കാട്ടിയും ഭയങ്കര കുറുമ്പായിക്കുന്നു. പിച്ച മാന്ത നുള്ളുക പറിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ അവൻ്റെ കയ്യിൽ അവിടെ ഒരു കളിക്കുന്നൊരു ടോയ് ഉണ്ടായിരുന്നു. ആ ടോയ് കൊണ്ട് ഞാനും കുറേ നേരം കളിച്ച്. ആ കളിക്കുന്നതിനാണ് അവനവിടെ നിന്നിൻ്റെ പുറകിൽ നിന്ന് പോകാണ്ട് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കി, ഫ്ലോപ്പായി പോയിട്ടാ. പിന്നെ നമ്മുടെ ഫുഡ് മേടിക്കാൻ പോയവരെ ഇതുവരെ കാണാനില്ല. അപ്പോൾ അവരൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കി. പിന്നെ ഒരാൾ നിന്ന് ഇരുന്ന് തല നോക്കുന്നു, ഒരാൾ വലിയ ചെരുപ്പിട്ടിട്ട് വേറൊരാൾ പോകുന്നു, അതിലും വലിയ സാധനം. അങ്ങനെ 2000 years ലേറ്റർ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ഇതിൽ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് സംസാരിക്കുന്നൊന്നും അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, അതുപോലെ സീരിയൽ നടക്കുന്നുണ്ട്. ബായമ്മ ഭയങ്കര സീരിയലിൻ്റെ ആളാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണോണ്ട് തന്നെ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാനിതിൽ കേൾപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഫുഡ് അൽഫാം മന്തി ആയിരുന്നു. 2-3 അൽഫാം മന്തിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള വീഡിയോ, ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ ഞാനൊന്ന് സ്പീഡാക്കുകയാണ്. അതിപ്പോൾ ഇങ്ങനെ സ്ലോലി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനതൊന്ന് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ. അടുത്ത അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റാൾ വന്നിരിക്കുന്നത് കണ്ടോ. എനിക്കിങ്ങനെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള വീഡിയോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നതും അതുപോലെ തന്നെ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ വലിയ ഇറിറ്റേഷനൊക്കെ തോന്നുന്നുണ്ട്. വീഡിയോ എടുത്തൊന്നും സെറ്റായിട്ടില്ല, അല്ലെങ്കിൽ എഡിറ്റിങ് സെറ്റായിട്ടില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ സോറി കേട്ടോ. ഞാൻ മാക്സിമം ഇനിയൊക്കെ ചെയ്ത് സെറ്റാക്കിക്കോളാം. അപ്പോൾ ഇനി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുക. അപ്പോൾ എല്ലപ്പോഴൊക്കെ നമ്മൾ ഇതുപോലൊക്കെയുള്ള സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഫാമിലിയൊക്കെ ആയിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. അതൊക്കെ ഒരു വേറൊരു ഫീലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ കുബൂസും അതുപോലെ തന്നെ ആ ചട്നി മയനൈസൊക്കെ വെച്ചിട്ടൊരു സാധനം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ഒന്നിനും കൊള്ളൂല്ല, നല്ല പുളിപ്പുണ്ടായിരുന്നു. ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് പാത്രം കഴുകണം. അപ്പോൾ ഈ വീഡിയോ ഈ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് സ്പീഡാക്കുകയാണ്. കാരണം ഇതിപ്പോൾ നിപ്പിൽ കുറച്ച് പാത്രങ്ങൾ കഴുകുന്നതാണുള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് തരാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ കൈ കഴുകാൻ വരുന്നവർ, പാത്രം കൊടുത്ത് വയ്ക്കാൻ വരുന്നവരൊക്കെ വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡാക്കൊന്നും വേണ്ട. പിന്നെ എല്ലാവരും കൂടെയുള്ള ടൈമിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വെച്ചെങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർ പാത്രം കഴുകാൻ വേണ്ടി, കുറച്ചല്ല ഒരാൾ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കുന്നു, ബാക്കിയുള്ള ആൾക്കാർ ക്ലീനിങ്ങിന് നിൽക്കുന്നു, അങ്ങനെയൊക്കെയാണ്.
ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡാൻസ് കളിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി വേണം പടക്കം പൊട്ടിക്കാൻ. അപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ ഞാൻ പാത്രമൊക്കെ വേഗം കഴുകി വെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലാബൊക്കെ ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ചെയ്തിടണം. ഇനി നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ വന്ന് വെച്ചിട്ട് സെറ്റ് ആവാം. ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? ബെറ്റി. സ്വീറ്റ് നെയിം. കേട്ടോ ബെറ്റി? ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ? വിത്ത് പ്ലഷർ. നാ 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 നാ. അയ്യോ, ഗ്യാസിന്റെ ചുറ്റി പിടിച്ച ആയുധുൽമാല. അങ്ങനെ ഗാനമേളയുടെ ഒപ്പം തന്നെ നമ്മൾ ഉള്ളിലെ ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി പടക്കം പൊട്ടിക്കുകയാണ്. 12 മണിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ കാണുന്ന ചെറുതുണ്ടല്ലോ, അവനും ഉറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു നമ്മുടെ സ്പീക്കർ കാര്യങ്ങളൊക്കെ. ഒപ്പം തന്നെ കമ്പിത്തിരി കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വോയിസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കണില്ല. ഇതുപോലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോയിൽ ഞാനൊരു വോയിസ് പാട്ടിൻ്റെ എന്തോ ഉണ്ടായിരുന്നു, ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോൾ തന്നെ കോപ്പിറൈറ്റ് കിട്ടി. അപ്പോൾ വീണ്ടും എഡിറ്റ് ചെയ്യാൻ ഞാൻ കുത്തിരിക്കേണ്ടി വരും മ്യൂട്ട് ചെയ്തിട്ടൊക്കെ. അങ്ങനെ കമ്പിത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് മൂളിപ്പൂത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് കത്തിക്കുക. പിന്നെ മാലപ്പടക്കം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് സെറ്റാക്കണം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതേ കത്തിച്ച് വിടുന്നുണ്ട്. നമ്മുടെ സച്ചു ആണ് ഇതൊക്കെ ചെയ്യുന്ന ആൾ കൂടുതലും. പിന്നെ എനിക്ക് ഈ പടക്കമൊക്കെ ഒറ്റയ്ക്ക് പൊട്ടിക്കാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ആ പടക്കം പൊട്ടിക്കുക എന്നുള്ള ഒരു ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല. പൊട്ടിക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ. എന്നിട്ട് നമ്മുടെ കലാപരിപാടികളൊക്കെ അവസാനിച്ച് വരുമ്പോഴത്തേക്കും 1:30 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ട്ടാ. ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? ബെറ്റി. സ്വീറ്റ് നെയിം. കേട്ടോ ബെറ്റി? ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ? വിത്ത് പ്ലഷർ. നാ 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 നാ. അയ്യോ, ഗ്യാസിന്റെ ചുറ്റി പിടിച്ച ആയുധുൽമാല.